Hey guys, welcome back to my channel once again. ഗോയ്സ് ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഹ്യുണ്ടായുടെ i10 ആണ്, ഇറ 2012 മോഡൽ. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് പവർ സ്റ്റിയറിങ്ങിൻ്റെ വാർണിംഗ് ലൈറ്റ് വരുന്നുണ്ട് ക്ലസ്റ്ററിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണ് അതിൻ്റെ ഫോൾട്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എറർ കോഡ് എടുത്ത് നമുക്ക് വർക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ EPSൻ്റെ വാർണിംഗ് ലൈറ്റ്. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അണയേണ്ടതാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റില്ല് വർക്കിംഗ് ആണിത്, അണയത്തില്ല. സ്റ്റിയറിംഗ് ടൈറ്റാണ്, നല്ല ടൈറ്റാണ്. അപ്പം നമുക്കിത് ഓഫ് ചെയ്യുക, ഇഗ്നിഷൻ ഓണാക്കിയിട്ട് സ്കാനർ ഇവിടെ കണക്ട് ചെയ്യുക. സ്കാനർ കണക്ട് ചെയ്തിട്ട് ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഓണായിട്ടുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ എടുത്തിട്ട് സ്കാൻ ചെയ്ത് നോക്കാം. എന്താണ് കോഡെന്ന് അറിയണമല്ലോ. ഇതിന് 3-4 ഐറ്റംസ് കംപ്ലൈൻറ്റ് വരും. ടോർക്ക് സെൻസർ വരും, EPS മോഡ്യൂൾ വരും, EPSൻ്റെ മോട്ടർ വരും, പിന്നെ ECU വരും. ഈ 3-4 ഐറ്റംസ് കംപ്ലൈൻറ്റ് വരാൻ കോമൺലി വരുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ഹുണ്ടായിൽ പോയിട്ട് ഹ്യുണ്ടായിൽ പോയിട്ട് 16 പിൻ മാനുവലി സെലക്ഷൻ എടുത്തിട്ട് ഹ്യുണ്ടായി i10 2012 മോഡലാണ്. i10 2012 1.2 ഹെൽത്ത് റിപ്പോർട്ട്. ഇപ്പോൾ ഏതാനും മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് മൈ ഗാഡ്, സ്കാനർ താഴെ പോയി. ഏതാനും മിനിറ്റ് കൊണ്ട് കംപ്ലൈൻറ്റ് വരുന്നതാണ്. EPS എവിടെ? EPS സ്കാൻ ആയിട്ടില്ല, ഇപ്പോൾ ചെയ്യും. EPS ചെയ്തിട്ടില്ല, ഇപ്പോൾ ഉടനെ ചെയ്തു. നല്ല വന്നിട്ടുണ്ട്, കോഡ് വന്നിട്ടുണ്ട്. നമ്മുടെ കോഡ് എത്തിയിട്ടുണ്ട്. EPSൻ്റെ കോഡ് കമ്പ്യൂട്ടറാണ് ഗോയ്സ്, കമ്പ്യൂട്ടറാണ് ഫോൾട്ട് വന്നിരിക്കുന്നത്. എൻജിൻ സ്പീഡ് സിഗ്നൽ ഇൻപുട്ട് മാൽ ഫങ്ഷൻ. അപ്പോൾ വേറെ എല്ലാം ഓക്കെയാണ്. ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നിന്നൊരു സിഗ്നൽ EPS മോഡ്യൂളിലോട്ട് വരാനുണ്ട്, അത് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്, അത് വന്നിട്ടില്ല. അപ്പം നമുക്കിന്ന് അതിനെ അഴിച്ചിട്ട് അത് റിപ്പയർ ചെയ്യണം ECU. എങ്കിൽ മാത്രമേ ഈ വണ്ടി ഇനി ക്ലിയർ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ലൈറ്റ് സ്റ്റില്ല് വർക്കായി നിൽക്കും, അണയത്തില്ല. അപ്പോൾ ഗോയ്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത നെക്സ്റ്റ് വീഡിയോ റിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് കാണിക്കാം. ഇന്ന് ഞാൻ ഈ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുന്നൊരു വീഡിയോ ആണ് എടുത്തത്. ഇത് ഞാൻ ഫസ്റ്റ് ഇപ്പോൾ തന്നെയാണ് സ്കാൻ ചെയ്യുന്നത്, എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം, ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഇങ്ങനെ ഒരു കോഡ് i10 വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആലോചിച്ച് വേണം, വേറെ ഒന്നും കംപ്ലൈൻ്റ് ഇല്ല. എൻജിൻ സ്പീഡ് സിഗ്നൽ RPM മോഡ്യൂളിലോട്ട് വരുന്നില്ല, അതുകൊണ്ടാണ് ഇത് വർക്കാവാത്തത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടേക്ക് കെയർ, ബൈ.